രാഘോപൂർ ബീഹാറിലെ സ്റ്റാർ മണ്ഡലം. മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും മണ്ഡലമായിരുന്നു. നിലവിൽ മുൻ ഉപമുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവിന്റെ മണ്ഡലമാണ് രാഘോപൂർ. റാബ്രി ദേവിയും ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും കഴിഞ്ഞ 35 വർഷക്കാലമായി പ്രതിനിധീകരിക്കുന്ന രാഘോപൂരിന് പറയാനുണ്ട് ബീഹാറിന്റെ രാഷ്ട്രീയവും വികസനവും. ഗംഗാ നദിയാൽ ചുറ്റപ്പെട്ട ഗ്രാമമാണ് രാഘോപൂർ. മഴ കനുത്താൽ നദി കരകവിയും, വീടുകളിൽ വെള്ളം കയറും. പിന്നീട് ഇവർക്ക് അതിജീവനത്തിന്റെ കാലമാണ്. കൃഷിയും കന്നുകാലി വളർത്തലും ഉപജീവന മാർഗമാക്കിയ മനുഷ്യരാണ് രാഘോപൂരിൽ അധികവും. क्या क्या चाहिए भैया आपको इधर? अच्छा सा कॉलेज चाहिए और हॉस्पिटल चाहिए बढ़िया सा कि कहीं इधर उधर भटकना नहीं पड़े. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കണം. അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. ഗ്രാമത്തിലൊരു ആശുപത്രി ഉണ്ടാകണം. രാഘോപൂരിലെ വോട്ടർമാർ ആവശ്യങ്ങൾ പറയുകയാണ്. हाँ तो हॉस्पिटल चाहिए यहाँ. अब भादो भदवरी में कोई बेरामी है तो पटना लेके भागेगा. ज़्यादा दूर है. मोहनपुर है तो ज़्यादा दूर है. फिर उन्हें नदी है. ओकरा बाद हॉस्पिटल ही चाहिए. अभी इलेक्शन है, जनता से मिलते, जनता खुश भेल रहते तब ना वोट देते तेजस्वी जी के. को मांग है जी आपको घर द्वार बना दीजिएगा. हाँ, अब कौन साधन नहीं है बाल के बच्चा के रहे के. पानी में पानी हेर कर जाता है डूब के धंसे के लिए. ഏറെ പരിമിതികൾക്കിടയിലും ആകാശത്തോളം സ്വപ്നമുണ്ട് കുരുന്നുകൾക്ക്. 3ാം ക്ലാസ്സുകാരനായ സത്യം കുമാറിന് പഠിച്ചൊരു ഡോക്ടറാകണമെന്നാണ് ആഗ്രഹം. हमारा मांग यही है जब बगल में स्कूल बनवा दे. हमको सिर्फ डॉक्टर बनना है. മികച്ച വിദ്യാഭ്യാസം, അടച്ചുറപ്പുള്ള വീട്, ഗ്രാമത്തിലൊരു ആശുപത്രി, ഇങ്ങനെ നീളുന്നു വർഷങ്ങളായി അധികാരത്തിലിരുന്നവരുടെ മണ്ഡലത്തിലെ സാധാരണക്കാരുടെ ആവശ്യങ്ങൾ.